ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഫ്രാൻസിന്റെ ഇതിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യ ദുരന്തം നടന്ന ഘട്ടം മുതൽ ഇവിടെ ലോകത്തെ അറിയിച്ചതുപോലും അതെ ഫ്രാൻസിസ് വീണ്ടെടുക്കുകയാണ് നമ്മൾ വയനാടിനെ. ഈ ഒരു വർഷത്തെ അതിജീവനത്തിന്റെ കഥ വയനാട്ടുകാരൻ എന്ന നിലയിൽ ഈ മനുഷ്യന്മാരോടൊപ്പം ഈ കൊല്ലം മുഴുവനും ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും ഫ്രാൻസിസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ ദുരന്തം നടന്ന ആദ്യ മണിക്കൂറുകളിൽ ദുരന്തഭൂമിയിൽ എത്തിയ ആളെന്ന മുതൽ ഇന്ന് ഈ നിമിഷം ഇവിടെ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ഈ അതിജീവനത്തെക്കുറിച്ച് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ വെള്ളാർമലയിലും ചൂരന്മലയിലൊക്കെ മഴ പെയ്യുകയാണ്. ഇങ്ങനെ ഒരു മഴ പതിയെ പെയ്താണ് ഒരു വലിയ മഴപ്പെയ്ത്തിലേക്ക് വരുന്നത്. അന്ന് ഫ്രാൻസിസ് ഇവിടെ ഉണ്ട് രാത്രി, ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ ഉണ്ടല്ലേ. നമ്മളിപ്പോൾ ഒരു വർഷം പൂർത്തിയാകുകയാണ്. നമ്മുടെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു ദുരന്തം കൂടിയാണ് മുണ്ടക്കൈ ചൂരന്മല ദുരന്തം എന്ന് പറയുന്നത്. ആ ദുരന്തത്തിൻ്റെ ഒരു വർഷം പൂർത്തിയാകുമ്പോൾ ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം വീണ്ടും നടുക്കുന്ന ഓർമ്മകളാണ് ഇവിടെ ഓടിയെത്തുന്നത്. അന്ന് രാവിലെ ഞങ്ങളിവിടെ എത്തുന്ന സമയത്ത് ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് ചൂരൽമല അങ്ങാടിയിൽ എത്തിച്ചേരുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. കാരണം ചൂരൽമല ടൗൺ എന്ന് പറയുന്നത് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ സമയങ്ങളിൽ ഇവിടെ വന്ന് ഇവിടുത്തെ ടൗണിനോടും അതേപോലത്തെ ഇവിടുത്തെ ജനങ്ങളുമായെല്ലാം വലിയൊരു ആത്മബന്ധം കൂടിയുള്ള ആളാണ് ഞാൻ. എത്ര മണിക്കാണ് ഫ്രാൻസ് ഇവിടെ എത്തുന്നത്? ഞങ്ങളിവിടെ എത്തുമ്പോൾ 3 മണിയോട് അടുത്ത് പുലർച്ചെ എത്തിയിരുന്നു. അതായത് ഞങ്ങൾക്ക് ഫസ്റ്റ് കോള് വരുന്നു. ഇപ്പം CPIM ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള കെ റഫീഖും ഞാനും ഒരുമിച്ച് മേപ്പാടിയിലേക്ക് ഒരു കാറെടുത്ത് വരുന്നു. കാറെടുത്ത് വരുന്ന സമയത്ത് ഞങ്ങൾ മുൻപ് പുത്തുമലയുടെ ഒരു അനുഭവമുണ്ട് നമുക്ക്. ആ പുത്തുമലയുടെ അനുഭവം എന്ന് പറയുന്നത് സാധാരണ നിലയിൽ ഇത്തരം ഉരുൾപൊട്ടാൻ ഉള്ള സ്ഥലത്ത് അവിടുത്തെ പോകുന്ന വഴി ഉൾപ്പെടെയുള്ള പ്രദേശം, കാരണം മഴ ഒരു പ്രദേശത്തല്ല പെയ്യുക, അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ സ്ഥലങ്ങളിലും മഴ പെയ്യും. അപ്പോൾ അങ്ങനെ മഴ പെയ്യുന്ന സമയത്ത് ആ പോകുന്ന വഴി ഉൾപ്പെടെയുള്ള ബ്ലോക്കാകാൻ സാധ്യതയുണ്ട്, മണ്ണിടിച്ചിലുണ്ടാവും, മരം വീഴാൻ സാധ്യതയുണ്ട്. അപ്പോൾ കാറെടുത്ത് ഇങ്ങോട്ട് വരാൻ വേണ്ടി കഴിയില്ല എന്നുള്ളത് നമ്മുടെ ഒരു തിരിച്ചറിവാണ്, പുത്തുമലയുടെ അനുഭവത്തിൽ നിന്നൊരു തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് ജീപ്പ് സംവിധാനം ചെയ്യുകയാണ്. ഓഫ് റോഡ് ജീപ്പ് വിളിച്ച് പറയുന്നത് ഇപ്പം DYFയുടെ ബ്ലോക്ക് സെക്രട്ടറി ഷംസു ഉൾപ്പെടെയുള്ള അവിടുത്തെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരാണ് നമ്മളത് വിളിച്ച് പറയുന്നത്. അപ്പോൾ അവിടെ ഓഫ് റോഡ് ജീപ്പ് സജ്ജീകരിച്ച് അവിടെ വെയിറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അത്യാവശ്യം നമ്മുടെ ഈ ദുരന്ത സ്ഥലത്ത് എത്തുന്ന സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്ക് അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഉപകരണ നിലയ്ക്ക് ഒരു മോട്ടർ, അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള കയറ്, ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ അവിടെ സജ്ജീകരിക്കുന്നു. ആ വാഹനത്തിലാണ് ഞങ്ങൾ ചൂരൽമല ടൗണിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ വിവിധ സ്ഥലങ്ങളിലും മണ്ണിടിഞ്ഞിരുന്നു. ഓഫ് റോഡ് ജീപ്പായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സാധിച്ചത്. ചൂരൽമല ടൗണിലെത്തി ഞങ്ങൾ വാഹനം ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ചൂരൽമല ടൗൺ പൂർണ്ണമായി ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചോളം മുമ്പ് കണ്ട് ഏറ്റവും ഭംഗിയുള്ളൊരു പ്രദേശം ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മൾ ഈ ദുരന്തമുണ്ടായി നിൽക്കുന്ന സമയത്ത് പോലെ ഏറ്റവും ഭംഗിയുള്ള പ്രദേശമാണ്. പക്ഷേ ടൗൺ ആകെ തകർന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. എന്നിട്ടാണ് ഞങ്ങളവിടെ ഉണ്ടായിരുന്ന യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാർ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊരു പ്ലാൻ തയ്യാറാക്കി. ആ സമയത്ത് ഞങ്ങളിപ്പോൾ മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം എന്നായിരുന്നു ആദ്യം പഠിച്ചത്. നമുക്ക് എങ്ങനെയാണ് ഇവിടെ ഇടപെടാൻ വേണ്ടി കഴിയുക എന്നതിനെക്കുറിച്ചൊരു സാഹചര്യത്തെക്കുറിച്ച് പഠിക്കാനായിരുന്നു ആദ്യം തയ്യാറായത്. അങ്ങനെ വിളിച്ച് അന്വേഷിച്ച സമയത്ത് ഈ ചൂരൽമല ടൗണിൽ നിന്ന് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഒരു കാരണവശാലും നമുക്ക് പോകാൻ കഴിയില്ല, കാരണം പാലം ഉൾപ്പെടെ തകർന്നു, വലിയ രീതിയിൽ ഈ പുഴ കുത്തി ഒഴുകി പോവുകയാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായി അതേ സമയത്ത് തന്നെ സ്കൂൾ റോഡിൻ്റെ പരിസരത്തേക്ക് നിരവധിയായിട്ടുള്ള ആളുകൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കഴിയില്ല എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി ഞങ്ങൾ ആദ്യം യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം സ്കൂൾ റോഡ് ഭാഗത്തേക്കാണ് സജ്ജീകരിച്ചത്. സ്കൂൾ റോഡ് ഭാഗത്തേക്ക് ഇപ്പം ഞാനും ആസിഫുമാണ് ആദ്യം വണ്ടി ഇറങ്ങി. ആസിഫും ഞാൻ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയറാണ്, മേപ്പാടി മേഖലാ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയാണ്. അപ്പോൾ ആസിഫും ഞാനും കൂടിയാണ് ചൂരൽമല ടൗണിൽ ജീപ്പ് ഇറങ്ങി ആദ്യം ചൂരൽമല ടൗണിലൂടെ ചെളിയിലൂടെ കടന്ന് സ്കൂൾ റോഡിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകുമ്പം അവിടെ നിന്ന് 4-5 ആളുകൾ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുള്ള ആളുകളായിരിക്കാം. അവർ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത്, കാരണം അവിടെ കഴുത്തൊപ്പം ചെളിയുണ്ട്, ഇനി ഉരുളുപൊട്ടാൻ സാധ്യതയുണ്ട്, പിന്നെ അതുമാത്രമല്ല എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മുന്നോട്ട് പോകരുത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടി കഴിയില്ലായിരുന്നു. കാരണം ഞങ്ങൾ ആദ്യം ബന്ധപ്പെട്ട ആളുകൾ നിരവധിയായിട്ടുള്ള ആളുകൾ അവിടെ വീടുകളിൽ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവരെ ഞങ്ങൾ സംസാരിച്ചിട്ട് അവരുടെ അടുത്തേക്ക് എത്തുക എന്നുള്ളത് അവർക്കൊരു വലിയ ആശ്വാസം കൂടിയാണല്ലോ. അപ്പം ഞങ്ങളുടെ
ഉണ്ടായിരുന്ന ആത്മവിശ്വാസം എന്ന് പറയുന്നത് അത്യാവശ്യം ഇത്തരം ദുരന്ത സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ഉരുളുപൊട്ടുന്ന സ്ഥലത്ത് മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണം ഒരുക്കാനുള്ള ഉപകരണങ്ങളിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആസിഫാണ് പോകുന്ന വഴിക്ക് അവിടെ ഈ ഉരുളുപൊട്ടലിൻ്റെ ഭാഗമായി ഒഴുകി വന്ന മരത്തടികൾ മുറിച്ച്, അതായത് മോട്ടോർ ഉപയോഗിച്ച് മുറിച്ച് ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് ഈ കഴുത്തൊപ്പം ചെളിയുള്ള ഉരുളുപൊട്ടി ഒഴുകി വന്നതിൻ്റെ മുകളിലേക്ക് മരം കുറുകയിട്ട് നടന്ന് അക്കരെ പോകാൻ ആവശ്യമായിട്ടുള്ള മരം മുറിച്ചിരുന്ന ആസിഫാണ്. അങ്ങനെ ഞാനും ആസിഫും കൂടി അവിടെ മരം മുറിച്ച് നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള വഴി ഉണ്ടാക്കുകയാണ്. ആ വഴിയിലൂടെ ഞങ്ങൾ കടന്നു പോയപ്പം ഞങ്ങളെ പാസ് ചെയ്ത് തിരിച്ചു പോയ ആളുണ്ട്. അവർ ഈ ഞങ്ങൾ കടന്നു വന്ന വഴിയിലേക്ക് വന്നു. ഞങ്ങൾ കടന്നു വന്ന വഴിയിലേക്ക് വന്നപ്പം സ്കൂൾ റോഡിന് അങ്ങോട്ട് കയറി. തുടക്കത്തിൽ ഞങ്ങൾ കയറുമ്പോൾ തന്നെ അതെ ഇതാണ് വഴി. ആ തുടക്കത്തിൽ കയറുമ്പോൾ തന്നെ തൊട്ടടുത്ത് ഇടത് സൈഡിലായി ഒരു വീട്ടിൽ നിന്ന് ആളുകൾ അവിടെ നിന്ന് വിളിച്ച് ഒച്ചയിട്ട് കരയുന്നുണ്ടായിരുന്നു. അവർ മൊബൈൽ ടോർച്ച് വെച്ചിട്ട് പുറത്തേക്ക് അടിച്ച് അവരുടെ വീടിന് ചുറ്റും ചെളിയാണ്, അവർക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ആസിഫും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒപ്പം വന്ന ആളുകളൊക്കെ അവരെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടു. കാരണം നമ്മൾ ആദ്യം കാണുന്നവരെയാണല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് ഇറങ്ങാതിരുന്നു വെച്ചാൽ നമ്മൾ ആദ്യം ബന്ധപ്പെട്ട ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് പോകേണ്ട വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നൊരു ഫോൺ ഞാൻ ആസിഫിനടുത്ത് കൊടുത്ത് എന്തെങ്കിലും കാരണവശാൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആസിഫിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്നത്. ആ മുന്നോട്ട് പോകുമ്പോഴാണ് വീണ്ടും ഉരുളുപൊട്ടി വരുന്നൊരു കാഴ്ച. അതായത് കാഴ്ച എന്ന് പറയാൻ കഴിയില്ല, ശബ്ദം മാത്രമേ കേൾക്കാനുള്ളൂ. ആ ശബ്ദം കേൾക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾ വയനാട്ടിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ തലമുറകളായി കൈമാറി വന്നൊരു അറിവാണ്, ഉരുള് പൊട്ടി വരുമ്പോൾ ആ ഉരുള് പൊട്ടിയ സമയത്ത് നമ്മൾ മറ്റൊന്നും ചിന്തിക്കാൻ പാടില്ല. ആ ഉരുള് പൊട്ടുന്ന നിമിഷം തന്നെ ഏറ്റവും അടുത്ത് കാണുന്ന ഉയർന്ന സ്ഥലത്തേക്ക് പോകുക എന്നുള്ളതാണ്. അത് നമ്മൾ ഇപ്പോൾ കൊട്ടിയൂരിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഞാൻ, കൊട്ടിയൂരിൽ ഉരുൾപൊട്ടലിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ ഒരു പാടാണ്. ഇപ്പം ഇവിടെ തന്നെ ഞങ്ങൾ പിറ്റേ ദിവസം പോയ സമയത്ത് ഇവിടെ ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സുഹൃത്ത് ഇപ്പോഴും ഇവിടെ താമസിക്കുന്നുണ്ട്. നിങ്ങൾ അറിയുമെന്നറിയില്ല. ഇപ്പോഴും ഈ ആളുകളൊക്കെ താമസിക്കുമ്പോഴും വരാൻ തയ്യാറാകാതെ അവിടെ താമസിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഞങ്ങളവിടെ പോയി അവരെ വിളിക്കുന്ന സമയത്ത് അവർ കുന്നിന് മുകളിലേക്ക് കയറുക ചെയ്തത്. ഉരുളുപൊട്ട് ഉണ്ടായ സമയത്തും അവർ കുന്നിന് മുകളിലേക്ക് കയറുക. അത് മനുഷ്യൻ്റെ ഒരു പാടാണ്. ഇത്തരം അതിജീവനത്തിൻ്റെ നമ്മൾ തലമുറകളായി കൈമാറി വന്നൊരു പാടാണ്. അപ്പോൾ ആ ഒരു പാഠത്തിൻ്റെ ഭാഗമായിട്ട് ഉരുളുപൊട്ടി വരുന്നു എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി ഓടി ഞങ്ങൾ കുന്നിന് മുകളിലേക്ക് കയറി. കുന്നിന് മുകളിലേക്ക് കയറിച്ച ഈ കുന്നാണ് നമ്മൾ ഈ കാണുന്ന കുന്നിൻ്റെ മുകളിലേക്ക് കയറിയിട്ട് അവിടെ നിന്ന് ഈ കുന്നിൻ്റെ ടേബിൾ ടോപ്പ് വഴി തന്നെ മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത് രണ്ടാമത്തെ പൊട്ടലാണോ ഈ മുണ്ടക്കൈ? അതെ, വലിയ പൊട്ടാണ് വന്നത്. ഇത് ആദ്യത്തെ ഈ പുഞ്ചിരിവട്ടത്തെ ചെറിയ പൊട്ടാണോ? അല്ല, ആദ്യത്തെ പൊട്ട് എന്ന് പറയുന്നത് ആദ്യം ഒന്ന് പൊട്ടി വലിയ രീതിയിൽ നാശനഷ്ടം ഉണ്ടായി. അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറി നിന്ന ആളുകളെയാണ് രണ്ടാമത്തെ പൊട്ടിൽ. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമാത്രം വലിയ മരണം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് പോകുന്ന വഴിക്ക് ഒരു 50ഓളം ആളുകൾ, ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഉരുളുപൊട്ടലിൽ ആദ്യം അവർ രക്ഷപ്പെട്ട് നിന്ന സ്ഥലത്തേക്കായിരിക്കാം ഒരുപക്ഷെ അടുത്ത ഉരുളുപൊട്ടൽ വന്നിട്ടുണ്ടാകുക. അവിടെ നോടി രക്ഷപ്പെട്ട് ഏതെങ്കിലും വിധത്തിൽ ജീവനും കയ്യിൽ പിടിച്ച് ഓടി വരുന്ന ഒരു 50ഓളം ആളുകൾ എന്നെ ഇങ്ങനെ ഫേസ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ നിൽക്കൂ എന്ന് പറഞ്ഞു. കാരണം അവരടുത്ത് നിൽക്കാൻ പറഞ്ഞതിന് കാരണം എന്ന് പറയുന്നത് അവർ ഓടി വരുന്നത് ഞങ്ങൾ പോയ വഴിക്കാണ്. ഞങ്ങൾ പോയ വഴിക്കുള്ള അപകടം എന്ന് പറയുന്നത് ഒന്ന് കഴുത്തൊപ്പം ചെളിയാണ്. അടുത്ത ഉരുൾപൊട്ടലിൽ ഞങ്ങൾ താൽക്കാലികമായി തയ്യാറാക്കിയ ആ നടവഴി പോയിട്ടുണ്ടാവും. മാത്രമല്ല അവരുടെ കയ്യിൽ വേണ്ടത്ര വെളിച്ചമില്ല. വീണ്ടും ഉരുൾ പൊട്ടിക്കഴിഞ്ഞാൽ താഴ്ന്ന സ്ഥലത്തേക്കാണ് അവർ വരുന്നത്. അപ്പോൾ അവരെ വരുന്നത് അപകടത്തിലേക്കാണെന്നുള്ള തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ പോകരുതെന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടത്. പക്ഷേ യഥാർത്ഥത്തിൽ അവരെന്നെ ആദ്യം കേൾക്കാൻ തയ്യാറായില്ല. കാരണം ഇവൻ ആരടാ ഇത് പറയാൻ? കാരണം ഞങ്ങളുടെ ജീവനും കയ്യിൽ പിടിച്ച് വരികയാണല്ലോ. അവരുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണമല്ലോ. അങ്ങനെ ഞാനപ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ കൽപ്പറ്റയെന്നാണ് വരുന്നത്, നിങ്ങൾ ആരും പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ കൽപ്പറ്റയെന്ന് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് ഒരാൾ എന്നെ ശ്രദ്ധിച്ചു. കാരണം കൽപ്പറ്റയിൽ നിന്ന് ഒരാൾ ഈ സമയത്ത് ഇവിടെ എത്തണമെങ്കിൽ ഞങ്ങൾക്ക് തിരിച്ച് രക്ഷപ്പെടാനൊരു വഴിയുണ്ടെന്നുള്ളതാണല്ലോ. അങ്ങനെ പറഞ്ഞപ്പം അവരെന്നെ കേൾക്കാൻ തയ്യാറായി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ഇപ്പം നിങ്ങൾ പോകുന്ന വഴി സുരക്ഷിതമല്ല. കാരണം ഞങ്ങൾ അവിടെ നിന്ന് കയറി വന്നതാണ്. അപ്പോൾ അതിലേ പോയി കഴിഞ്ഞാൽ വീണ്ടും അപകടത്തിൽ പോകും. അതുകൊണ്ട് ഇപ്പം താരതമ്യേന സുരക്ഷിതമായൊരു സ്ഥലത്താണ് നമ്മളുള്ളത്. അതായത് ഈ കുന്നിൻ്റെ ടേബിൾ ടോപ്പ്. അപ്പോൾ അത് വലിയ അപകടമില്ലാത്തൊരു സ്ഥലമാണ്, ചെറിയ കുന്നാണ്. അവിടെ ഉരുളുപൊട്ടി വരാനുള്ള സാധ്യത വളരെ താരതമ്യേന കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ സുരക്ഷിതമാണ്. ഇവിടെ നിന്ന് ഏറ്റവും സുരക്ഷിതമായ ഒരു വഴി കണ്ടെത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി പാടുള്ളൂ. കാരണം ചെറിയ കുട്ടികളുണ്ട്, പ്രായമായ ആളുകളെ എടുത്താണ് ആളുകൾ വരുന്നത്. നോർമലി സഞ്ചരിക്കുന്ന പോലെ സഞ്ചരിക്കാൻ കഴിയില്ല. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് റഫീഖ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒരുമിച്ചാണല്ലോ വന്നത്. ഈ റഫീഖിനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആളുകളെ കണ്ടെത്തിയിട്ടുണ്ടെന്നും അവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണമെന്നും റഫീഖിനെ വിളിച്ചു പറഞ്ഞു. അതേ സമയത്ത് തന്നെ അന്നത്തെ തഹസിൽദാർ കൂടി വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ആളുകളെ കണ്ടെത്തിയിട്ടുണ്ട്, സുരക്ഷിതമായൊരു വഴി കണ്ടെത്തിയതിന് ശേഷം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ മുമ്പിൽ ഉള്ളത് ഗൂഗിൾ മാപ്പ്
ആണ് മറ്റൊരു ഓപ്ഷൻ. ഞാനപ്പോൾ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് ഓണാക്കി എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് വഴി എന്നുള്ളത്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഓണാക്കി അതിനകത്തൊരു ചെറുപ്പക്കാരനായിട്ട് ഞാനും കൂടി ഗൂഗിൾ മാപ്പ് ഓണാക്കി നോക്കുമ്പം 3 വഴികൾ നമുക്ക് കഴിയില്ല. ഒന്ന് അവർ കയറി വന്ന വഴിയാണ്, ഒന്ന് ഞാൻ കയറിപ്പോയ വഴി, ഒന്ന് ഉരുള് പൊട്ടി ഒഴുകുന്ന വഴി. മറ്റൊരു ഓപ്ഷൻ ഉള്ളപ്പം അവിടെ നോക്കി. അപ്പോൾ അത് ഏതാ സ്ഥലം എന്ന് അവരോട് ചോദിച്ചു. അവർ പറഞ്ഞു പഴയ വില്ലേജ് ഓഫീസ് റോഡാണ്. അപ്പം ആ വില്ലേജ് ഓഫീസ് റോഡിൽ, പഴയ വില്ലേജ് ഓഫീസ് റോഡിലേക്ക് വാഹനം വരുമോ എന്നറിയാൻ വേണ്ടി വീണ്ടും തഹസിൽദാരെ വിളിച്ചു. അതൊന്ന് സുരക്ഷിതമാണോ എന്നുള്ളത് കൺഫേം ചെയ്ത് തിരിച്ച് പറയണമെന്ന്. അവർ 5 മിനിറ്റ് കൊണ്ട്, എനിക്ക് തോന്നുന്നു ഒരു വാഹനം അയച്ചവർ പരിശോധിച്ചു. ഒരു 5 മിനിറ്റ് കൊണ്ട് അവനോട് പറഞ്ഞു അവിടെ വരെ വാഹനം വരും. അപ്പം അവിടത്തേക്ക് പോകാൻ ആവശ്യമായിട്ടുള്ള വഴി കണ്ടെത്തുന്നു. ആദ്യം ഞാനും ഈ ചെറുപ്പക്കാരനായിട്ട് ആളും അവിടെ വരെ പോകാം, സുരക്ഷിതമാണെന്ന് പോയി നോക്കി തിരിച്ചു വന്നിട്ടാണ് ഇവരെ നമ്മൾ അവിടത്തേക്ക് പറഞ്ഞത്. ആദ്യത്തെ അതിജീവനം അതായിരുന്നു. അതെ, ഞങ്ങളെ സംബന്ധിച്ചോളം ആദ്യത്തെ അനുഭവം അതാണ്. അവരെ ഈ വാഹനത്തിലേക്ക് കയറ്റിവിടാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം. പക്ഷേ എനിക്ക് അവരൊപ്പം പോകാൻ വേണ്ടി കഴിയില്ലായിരുന്നു. ഞാൻ ആദ്യം ബന്ധപ്പെട്ട ഒരു 12ഓളം ആളുകൾ വീട്ടിൽ ഒറ്റപ്പെട്ട് അപ്പോഴും കിടക്കുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും സേഫ് ആയിരുന്നോ? അവർ വീടിനകത്ത് സേഫായിരുന്നു. അവിടെ നിന്ന് വീണ്ടും ഞാൻ അവിടെ നിന്ന് ഈ വീടിൻ്റെ മാപ്പ് എടുത്തിട്ട് അവിടത്തേക്ക് പോയി. അവിടത്തേക്ക് പോകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ മനുഷ്യൻ നിലയ്ക്ക് തകർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതായത് ഒരു വീടിനകത്ത് 12ഓളം ആളുകൾ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അവർ ആ വീട്ടിലാണുള്ളത്. രണ്ടാമത്തെ ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അതിനകത്ത് ആ വീട്ടിനകത്ത് ഒരു കിടപ്പ് രോഗി ഉൾപ്പെടെയുള്ള ആളുണ്ട്. അപ്പം ആകെ ഒരു പുരുഷനെ, വലിയൊരു പുരുഷനുള്ളൂ ആ വീട്ടിനകത്ത്. ബാക്കി കൂടുതലും സ്ത്രീകളും കുട്ടികളുമായിട്ടുള്ള ആളാണ്. അപ്പം രണ്ടാമത്തെ ഉരുൾപൊട്ടി വരുന്നതും തിരിച്ചറിഞ്ഞപ്പം ഈ അഭിലാഷ് എന്ന് പറഞ്ഞ ആൾ ബാക്കിയുള്ളവർ പറഞ്ഞത് നിങ്ങൾ രക്ഷപ്പെട്ടുള്ളൂ, അച്ഛനെയും കൊണ്ട് ഞാൻ വന്നോളാം എന്ന് പറഞ്ഞപ്പം ബാക്കിയുള്ള ആളുകൾ എന്തായാലും നമ്മൾ ഇത്രയായി, ഇനി പോവുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് വീടിൻ്റെ നടുറൂമിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞ്, അതായത് ജീവിതത്തിൻ്റെ അവസാന നിമിഷത്തെ മുൻപിൽ കണ്ടു നിൽക്കുന്ന ഒരാളുടെ അടുത്തേക്കാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം അവരുടെ ഒരു വൈകാരികതയും അവരുടെ ഒരു വൈകാരികതയും അത് കാണുന്ന എൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള നിമിഷവും നമുക്ക് ഒരിക്കലും എന്താ പറയുക പറഞ്ഞു തരാൻ വേണ്ടി കഴിയില്ല. അപ്പം അവരെ പൂർണ്ണമായി രക്ഷപ്പെടുത്തി. അവരെ നമ്മൾ പൂർണ്ണമായി രക്ഷപ്പെടുത്തി. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് അവർക്ക് ആദ്യം ആശ്വസിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി. അവർ വിചാരിക്കുന്നത് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു വഴിയുണ്ട്, നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അപ്പോൾ തന്നെ തഹസിൽദാരെ വിളിച്ച്, കാരണം ഞാൻ അന്നേരം അവിടെ ഒറ്റയ്ക്ക് എത്തുന്നത്. ആസിഫ് വേറൊരു വഴിയിലേക്ക് ഞങ്ങൾ പറഞ്ഞു വിട്ടല്ലോ, ഞാനവിടെ ഒറ്റയ്ക്ക് എത്തുന്നത്. അപ്പോൾ തഹസിൽദാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനൊരു വഴിയുണ്ട്, പഴയ വില്ലേജ് ഓഫീസ് വഴി പപ്പേട്ടൻ്റെ വീട് വഴി കുന്ന് കയറി ഇറങ്ങിയാൽ നമുക്ക് ഒറ്റപ്പെട്ട ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കഴിയും. മുഴുവൻ അവിടെയുള്ള വളണ്ടിയർമാരെയും അതുപോലെ തന്നെ സുരക്ഷാ സേനക്കാരെയും ഇങ്ങോട്ട് അയക്കാൻ ആവശ്യമായിട്ടുള്ള സംവിധാനം ചെയ്യണമെന്ന് പറയുന്നു. അവരവിടെ നിന്ന് ആ വഴിയാണ്. അപ്പോഴാണ് ഞാൻ മുമ്പിലെ കാഴ്ച നോക്കുന്നത്. കാരണം അപ്പോഴേക്കും പതുക്കെ ഈ സമയമാകുമ്പോഴേക്കും നേരം പതുക്കെ വെളുത്തു വരുന്നു, വെളിച്ചങ്ങനെ വീഴുന്നുണ്ട്. അപ്പം ഈ അഭിലാഷിൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള കാഴ്ച എന്ന് പറയുന്നത്, മുമ്പ് ഞാൻ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗത്തൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ പുഴ ഒഴുകുന്നത് ജനവാസ കേന്ദ്രത്തിനും അതേപോലെ തന്നെ എസ്റ്റേറ്റിനും ഇടയിലൂടെയാണ് പുഴ ഒഴുകുന്നത്. പക്ഷെ ആ സമയത്ത് പുഴ രണ്ടായി ഒഴുകുകയാണ്. ഒരു ജനവാസ കേന്ദ്രത്തിൻ്റെ നടുക്കൂടെ പുഴ ഗതിമാറി ഒഴുകുന്നു. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ഒരു 10ഓ 18ഓ വീടുകൾ ഉണ്ടാകുന്നു. ഈ വീട്ടിലൊക്കെ ആളുകളുണ്ട്. കാരണം അവർ ഈ ഉരുളുപൊട്ടി വന്നതിൻ്റെ ഭാഗമായി 1-ാം നിലയിൽ കയറി നിന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ഒറ്റ നിലയുള്ള വീടിൻ്റെ ആ ഷീറ്റിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ആളുകളുണ്ട്. അവർ കയ്യിലുള്ള മൊബൈൽ ടോർച്ച് അടിക്കുന്നു, ഒച്ചപ്പാടുണ്ടാക്കുന്നു. അപ്പം ഞാൻ ഇവിടുന്ന് തിരിച്ച് മൊബൈൽ ടോർച്ച് അടിച്ചു കൊടുത്തപ്പോൾ അവരവിടുന്ന് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ഞാൻ പേടിക്കേണ്ടതില്ല എന്ന് ഉറക്കെ, ഞങ്ങൾ ആളുകൾ എത്തിയിട്ടുണ്ട്, രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അപ്പോഴാണ് ആസിഫ് ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്തേക്ക്, ഇവർ ഈ സൈഡിൽ കൂടെ എനിക്ക് തോന്നുന്നു അവരും ആ പൊട്ടലിൻ്റെ ഭാഗമായിട്ട് മുകളിലേക്ക് ഓടിക്കയറിയിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നു. അവിടെ നിന്ന് അക്കരെ കടക്കാൻ ആവശ്യമായിട്ടുള്ളൊരു പദ്ധതി ഞങ്ങൾ തയ്യാറാക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്നൊരു തെങ്ങ് മുറിച്ച് താൽക്കാലികമായി പാലമിട്ട്. മുകളിലാണോ? ആ മുകളിലാണ്, സ്കൂളിലോട്ടിലാണ്. ഒന്നുമില്ല, ഈ പുഴയ്ക്ക് തന്നെ 2ആയി മാറിയ ഒരു പുഴയ്ക്ക് ഞങ്ങൾ താൽക്കാലിക പാലം ഇടുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒഴുകി വന്ന തെങ്ങ് മോട്ടോർ ഉപയോഗിച്ച് മുറിച്ച് അതിന് ക്രോസ് വലിച്ച് മാറ്റി, എന്നിട്ട് അക്കരെ കടന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ വീണ്ടും നമ്മൾ അല്ല, ഈ പുഴ 2ആയി ഒഴുകിയതിൻ്റെ ഇടയ്ക്ക് ഒറ്റപ്പെട്ട വീടുകളുണ്ട്. ഒരു 10ഓ 12 ഒറ്റപ്പെട്ട ദ്വീപ് പോലെയുള്ള ആ ഒരു 10ഓ 12 വീടുകളിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രവർത്തനം. അങ്ങോട്ട് മാറിയ സമയത്ത് അവിടെ കണ്ട കാഴ്ച എന്ന് പറയുന്നത്, ഞങ്ങളൊരു വീട്ടിൽ മുകളിലൊരു 5-6 പേരിങ്ങനെ തങ്ങി നിൽക്കുകയാണ്. അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പോകുമ്പം ഒരാൾ ഓടി താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ താഴെ 2 പേരും മരിച്ചു കിടക്കുന്നുണ്ട്, അവരുടെ ഭാര്യയും ഒരു കുട്ടിയുമാണ് മുകളിലുള്ളത്,
അവരിപ്പോൾ കൂട്ടിക്കൊണ്ട് വന്നാൽ നമുക്കത് താങ്ങാൻ കഴിയില്ല. അപ്പോൾ ഇതെന്തെങ്കിലും സംവിധാനം ചെയ്യാതെ നമുക്കത് വിളിച്ചുകൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് അവിടെ നിന്ന് മാറ്റാനുള്ളൊരു സമയമോ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷീറ്റ് എടുത്ത് മൂടിയിട്ടിട്ടാണ് ഇവരെ നമ്മൾ ഇറക്കിക്കൊണ്ടുവന്നത്. പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞത് ഈ വീടിൻ്റെ തൊട്ട് താഴെയുള്ള ഒറ്റ നിലയിൽ താമസിക്കുന്ന വീട്ടിലെ അമ്മയും ഒരു കുട്ടിയുമാണ് മുകളിലുണ്ടായിരുന്നത്. ആ അവരുടെ ഭർത്താവും കുട്ടിയുമാണ് താഴെ മരിച്ചു കിടന്നത്. അപ്പം അന്നേരം ഉള്ളത് പക്ഷേ വെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ആളുകൾ മരിച്ചു കിടക്കുന്ന കാണുകയാണ്. പക്ഷേ അവിടെ നമ്മൾ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജീവനോടെയുള്ള ആളുകളെ രക്ഷപ്പെടുത്തുക എന്നതാണ്. മനുഷ്യൻ ഇത്രമാത്രം നിസ്സഹായരാണ് എന്ന് തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണ്. സാധാരണ നില നമ്മൾ ഒരു ശവശരീരം കണ്ടാൽ അതിനെ എത്രയും പെട്ടെന്ന് സുരക്ഷിത മാറ്റാൻ ആവശ്യമായിട്ടുള്ള സമയം. പക്ഷേ അവിടെ നമുക്ക് അതല്ലായിരുന്നു പ്രയോറിറ്റി. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് മനുഷ്യൻ ഇത്രമാത്രം നിസ്സഹായനാണ് ഒരു ദുരന്ത മുഖത്ത് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷമാണ്. അവിടെ നിന്ന് ഞങ്ങൾ ആ ആളുകളെ രക്ഷപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞ ഈ 12 പേര് ഉള്ള അവിടുത്തെ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളെ അവിടെ നിന്ന് താൽക്കാലികമായി ആസിഫാണ് അവിടെ നിന്ന് 2 കാപ്പിക്കമ്പ് കൊത്തി അവരുടെ വീട്ടിലെ പുതപ്പെടുത്ത് താൽക്കാലിക ഒരു സ്ട്രക്ചർ തയ്യാറാക്കി. അതൊക്കെ നമ്മുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേടിയെടുത്തൊരു അറിവാണ്. ആ താൽക്കാലിക സ്ട്രക്ചറിൽ കുത്തനെ മുകളിലേക്ക് കയറ്റി ഞങ്ങൾ തൊട്ടപ്പുറത്ത് പപ്പേട്ടൻ്റെ അവിടത്തേക്ക് വാഹനം കൊണ്ടുവന്ന് അവരെ പൂർണ്ണമായി ആ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ജീവനോട് ഇരിക്കുന്ന മുഴുവൻ ആളുകളും നമ്മൾ അവിടെ നിന്ന് സുരക്ഷിതമായി റൂട്ടിലേക്ക് മാറ്റി. അവിടെ നിന്ന് ക്യാമ്പിലേക്ക് മാറ്റി. കിടപ്പ് രോഗിനെ യൂത്ത് ബ്രിഗേഡിൻ്റെ വളണ്ടിയർമാരാണ്, അതായത് താൽക്കാലികമായി തയ്യാറായി 2 കാപ്പിക്കമ്പ് കൊത്തി പുതപ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സ്ട്രക്ചർ തയ്യാറാക്കി. അതിലാണ് നമ്മൾ അവരെ കാരണം കുത്തനെയുള്ള കയറ്റാണ്, തേയിലത്തോട്ടമാണ്. ആ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്ന് അവരെ കയറ്റി അപ്പുറത്ത് സുരക്ഷിതമായി എത്തിക്കുന്നൊരു അതാണ് ആദ്യഘട്ടത്തെ പ്രവർത്തനം എന്ന് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ട് യൂത്ത് ബ്രിഗേഡ് അതോടൊപ്പം തന്നെ ഡിവൈഎഫിയുടെ സമാനതകളില്ലാത്ത ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയ പ്രവർത്തനത്തിന്റെ കഥകളിലേക്കൊക്കെ വരാം.